ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയ തലവൻ ഡി മണി എന്ന ദാവൂദ് മണിയെ കേന്ദ്രീകരിച്ച് SITയുടെ അന്വേഷണം. ചെന്നൈയിലുള്ള ഡി മണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും സ്മാർട്ട് ക്രിയേഷൻസുമായും ബന്ധമുണ്ടെന്ന നിർണായക മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. ശബരിമലയിൽ നിന്ന് സ്വർണം കൂടാതെ പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. 2019-20 കാലഘട്ടങ്ങളിലായി 4 വിഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൈമാറിയത്. ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനും ഈ കച്ചവടത്തിൽ പങ്കെന്നാണ് വ്യവസായിയുടെ മൊഴിയിലുള്ളത്. ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ പങ്കെടുത്തതെന്നും വ്യവസായി മൊഴി നൽകി. ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ഉരുക്കിയെന്ന മൊഴി SIT വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും വിവരം നൽകാത്തതും പ്രതിസന്ധിയാണ്. പാളികൾ ഉരുക്കിയെടുത്ത സ്വർണമെന്ന നിലയിൽ ഗോവർദ്ധൻ SITക്ക് സ്വർണം നൽകിയത് അന്വേഷണം വഴിതെറ്റിക്കാനാണെന്നും SIT വിലയിരുത്തുന്നു. ശബരിമലയിൽ നിന്നും ശേഖരിച്ച സ്വർണത്തിന്റെ VSSCയിലെ പരിശോധനാ ഫലം നിർണായകമാകും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.